ഈസ്റ്ററിനോടനുബന്ധിച്ച് അമേരിക്കയിലെ വിവിധ രൂപതകളിൽ ആയിരക്കണക്കിന് ആളുകൾ കത്തോലിക്കാ സഭയിലേക്ക് കടന്നുവരും. ഓർഡർ ഓഫ് ക്രിസ്ത്യൻ ഇനീഷ്യേഷൻ ഓഫ് അഡൾട്ട്സ് എന്ന വിശ്വാസ പരിശീലന പ്രക്രിയ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇവർ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നത്. പുതിയതായി വിശ്വാസം സ്വീകരിക്കുന്നതിൽ മറ്റ് സഭകളിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരും ഇതുവരെ ജ്ഞാനസ്നാനം സ്വീകരിക്കാത്തവരും ഉണ്ടാകും. മുൻപ് കത്തോലിക്ക സഭയുടെ പുറത്ത് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെ കാൻഡിഡേറ്റ് എന്നും സ്വീകരിക്കാത്തവരെ കാറ്റക്കൂമൻ എന്നുമാണ് വിളിക്കുന്നത്. അറ്റ്ലാന്റ അതിരൂപതയിൽ മാത്രം 2500ഓളം ആളുകൾ വലിയാഴ്ച ഔദ്യോഗികമായി കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കും. വിശ്വാസ പ്രബോധനങ്ങളിൽ അടിയുറച്ച നിലപാടുകളുള്ള അലക്സാണ്ടർ കിങ് സാമ്പിൾ ആർച്ച് ബിഷപ്പായുള്ള പോർട്ട്ലാൻഡ് അതിരൂപതയിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണം ഏകദേശം 960 മാഡിസൺ രൂപതയിൽ 70 കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 230ഓളം ആളുകളാണ് സത്യവിശ്വാസത്തിലേക്ക് കടന്നുവരുന്നതെങ്കിൽ സാൻ ഫ്രാൻസിസ്കോ അതിരൂപതയിൽ കത്തോലിക്ക വിശ്വാസം പുൽകുന്നവരുടെ എണ്ണം 450. കത്തോലിക്ക വിശ്വാസത്തെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിവിധ ഇടവകകൾ നൽകുന്ന മികച്ച വിശ്വാസ പരിശീലനവും തീക്ഷ്ണമതികളായ വൈദികരും അൽമായരും നേതൃത്വം നൽകുന്ന നൂറുകണക്കിന് മിനിസ്ട്രികളുടെ സാന്നിധ്യവുമാണ് അമേരിക്കയിൽ ഓരോ വർഷവും ഇത്രമാത്രം ആളുകൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.